ആലുവ നഗരത്തോട് ചേർന്നുള്ള വീട്ടിൽ പട്ടാപ്പകൽ വീട് കുത്തി തുറന്ന് 40ഓളം പവനും 8.5 ലക്ഷം രൂപയും കവർന്ന സംഭവത്തിൽ വഴിത്തിരിവ്. വീട്ടിൽ അനർത്ഥമുണ്ടാകുമെന്ന് ഭയപ്പെടുത്തി തൃശൂർ സ്വദേശി ചിറമങ്ങാട് പാലക്കാട്ട് വീട്ടിൽ അൻവർ ഉസ്താദ് എന്നയാൾ ഗൃഹനാഥയായ ലൈലയെ കൊണ്ടാണ് കവർച്ച നടത്തിച്ചത്. ചെമ്പകശ്ശേരി ആശാൻ കോളനിയിൽ ആയത്ത് ഇബ്രാഹിം കുട്ടിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. തിങ്കളാഴ്ച രാവിലെ 11-നും വൈകിട്ട് 5-നും ഇടയിൽ വീട്ടിൽ ആളില്ലാത്ത സമയത്തായിരുന്നു മോഷണം നടന്നതെന്നായിരുന്നു പോലീസിനെ അറിയിച്ചത്. വീടിൻ്റെ മുൻഭാഗത്തെ കതക് പൊളിച്ച നിലയിലായിരുന്നു. ഇബ്രാഹിം കുട്ടിയുടെ ഭാര്യ ലൈല തൃശൂർ സ്വദേശിയും കളമശ്ശേരിയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന അൻവർ ഉസ്താദ് എന്നയാളെ സന്ദർശിക്കാറുണ്ടായിരുന്നു. വീട്ടിൽ പണവും സ്വർണവുമുണ്ടെന്നറിഞ്ഞതോടെ വീട്ടിൽ സമ്പത്ത് സൂക്ഷിച്ചാൽ അനർത്ഥങ്ങളുണ്ടാകുമെന്നും ജീവഹാനി വരെ സംഭവിച്ചേക്കാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. വീട്ടിലെത്തിയ ഇയാൾ കവർച്ച നടത്തേണ്ട വിധവും ലൈലയെ പഠിപ്പിച്ചു. പലപ്പോഴായാണ് വീട്ടിലിരുന്ന സ്വർണവും പണവും ഇയാൾക്കെടുത്ത് നൽകിയത്. കാസിനോ തിയേറ്ററിന്റെ സമീപത്തുള്ള ഇബ്രാഹിം എന്ന് പറയുന്ന ആളുടെ വീട്ടില് പകൽ സമയത്ത് ഏകദേശം 40 പവനും അതുപോലെ തന്നെ 8.5 ലക്ഷം രൂപയോളം മോഷണം നടന്നതായിട്ടുള്ള ഒരു അറിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളവിടെ പോവുകയും ഉടനെ തന്നെ ഈ വിവരം ജില്ലാ പോലീസ് മേധാവി വൈഫ് സക്സേന സാറ് അറിയുകയും ഉടനെ തന്നെ എനിക്ക് നിർദ്ദേശം നൽകുകയും ഒരു ടീം രൂപീകരിച്ച ഉടനെ തന്നെ അന്വേഷണം നടത്തുന്നതിന് ടീം രൂപീകരിക്കാൻ പറയുക. അതിന്റെ അടിസ്ഥാനങ്ങളായിട്ട് പല ടീമുകളായിട്ട് ചേർന്ന് ഈ വീടിന്റെ ഇബ്രാഹിമിന്റെ വീടിന്റെ തൊട്ട് ചുറ്റുമുള്ള എല്ലാ CCTV ക്യാമറകൾ പരിശോധിക്കുകയും എല്ലാം 2-3 വട്ടം വീണ്ടും ഞങ്ങൾ പരിശോധിച്ച സമയത്ത് അവിടെ ഒരു ഇബ്രാഹിമിന്റെ വീട്ടിലേക്ക് വരുന്ന എക്സിറ്റും എൻട്രിയുമായിട്ടുള്ള ഒരു സ്ഥലത്തും ഒരാളും കടന്നു വരുന്നതായിട്ട് കാണപ്പെടാതിരിക്കുകയും അങ്ങനെ ഞങ്ങൾക്ക് സംശയം വരികയും തുടർന്ന് വീണ്ടും ഞങ്ങൾ അവന്റെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിശോധന ഡോറിൽ ഈ ബ്രേക്ക് ചെയ്ത ഡോറിൽ നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായത് അത് കാര്യമായിട്ടുള്ള ബ്രേക്ക് ചെയ്യാതെ ഒരു വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് അല്ല എന്ന് മനസ്സിലാകുകയും ഫിംഗർ പ്രിന്റും മറ്റു കാര്യങ്ങളും എടുക്കുകയൊക്കെ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീടും വെരിഫൈ ചെയ്ത് വന്ന സമയത്താണ് കുറെ എൻട്രികൾ ഈ പറഞ്ഞ ഉസ്താദിന്റെ ഒരു എൻട്രി അവിടെ വരുന്നുണ്ട്. അതിനുശേഷം കുറെ 6 മാസത്തോളമായിട്ടുള്ള വീണ്ടും ഒരു പരിശോധന നടത്തി അപ്പൊ ഉസ്താദിന്റെ ഒരു എൻട്രി വന്നു. അങ്ങനെ പിന്നീട് സംശയം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇബ്രാഹിമിന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ പോകുന്നതായിട്ടുള്ള അന്നേ ദിവസം ഏകദേശം 11 മണിക്ക് ശേഷം ഹോസ്പിറ്റലിൽ നമ്മുടെ അമൃത ഹോസ്പിറ്റലിൽ ചികിത്സക്കായിട്ട് പോകുന്നതായിട്ട് മനസ്സിലായി. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ലേഡിയുടെ CCTV ദൃശ്യങ്ങള് എല്ലാം അവിടം വരെയുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായി നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ കുറെ വെയിറ്റ് ഉള്ള ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, സഞ്ചി ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അമൃതയിലുള്ള വിസിൽസ് ആ ഏരിയയിലുള്ള എടുത്തപ്പോഴത് സഞ്ചി വ്യത്യാസം വന്നു. അപ്പൊ വീണ്ടും സംശയമായി. അങ്ങനെ പിന്നീട് നമ്മൾ ഇന്ററോഗേഷൻ കാര്യങ്ങളും അവരെ ലേഡിയെയും അവരെല്ലാവരെയും കൊണ്ട് നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഉസ്താദിന്റെ ഒരു കാര്യം പറയുകയും ഈ ഉസ്താദുമായിട്ട് ഏകദേശം 2 വർഷമായിട്ട് അസുഖമായിട്ടുള്ള ബന്ധം കാര്യം വെച്ച് ഒരു റിലേറ്റീവ് വഴിയാണ് ഉസ്താദിനെ കളമശ്ശേരിയിലുള്ള ഉസ്താദിനെ പരിചയപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ചെന്ന് കാര്യങ്ങൾ നടത്തുകയും പിന്നീട് ഉസ്താദ് അദ്ദേഹത്തിന് ഈ ഇവരുടെ ഇത്തരം രീതിയിലുള്ള അറിവില്ലായ്മ ഉപയോഗപ്പെടുത്തി വീട്ടിലെ സ്വർണവും അതുപോലെ പണവും ഉണ്ടെന്ന് ഉസ്താദിന് മനസ്സിലാകുകയും അവരെ ബിസിനസ്സും മറ്റു കാര്യങ്ങളും നടത്തുന്നവരാണെന്ന് മനസ്സിലാകുകയും വീട്ടിൽ പണമുണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ അതെങ്ങനെയെങ്കിലും കൈവശമാക്കണം എന്നുള്ള ഉസ്താദിന്റെ ബുദ്ധി അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ പണത്തിലും അതുപോലെ തന്നെ സ്വർണത്തിലും എന്നാണ് ഇങ്ങനെയുള്ള ക്ഷുദ്രക്രിയകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് വീട്ടിലിരിക്കുന്നത് ദോഷമാണെന്ന് പറയുകയും അങ്ങനെ അവിടെ വരുന്ന ടൈമുകൾ 6 പ്രാവശ്യമാണ് ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാക്കിയിരിക്കുന്നത്. പല ടൈമുകളിലായിട്ട് ഉസ്താദിന്റെ വീട്ടിലേക്ക് ധരിപ്പിക്കുകയും ഉസ്താദിന്റെ വീട്ടിൽ ഈ പണവും അതുപോലെ തന്നെ സ്വർണവുമായിട്ട് ഈ ലേഡി പോവുകയും ഈ ലേഡി ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരിക്കുകയാണ് ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ പണവും ഇത് വെച്ച് കഴിഞ്ഞാൽ മക്കള് അവിടെ ഉണ്ടെങ്കിൽ മക്കൾക്ക് ദോഷമുണ്ടാകും, മക്കൾ മരിച്ചു പോകുമെന്ന് പറയുകയും തുടർന്ന് പിന്നീട് ഈ പണവും അതുപോലെ തന്നെ ഈ സ്വർണവും അവിടെ തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഉസ്താദ് ഈ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഭർത്താവും മറ്റുള്ളവർ ഈ കാര്യം അറിയും, അവിടെ സ്വർണവുമില്ല പണവുമില്ല എന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ഇങ്ങനെ ഉസ്താദ് ഉപദേശിച്ചു കൊടുത്തു. അവിടെ ചെന്നിട്ട് ബ്രേക്ക് ചെയ്യുക, ഒരു കമ്പി എടുത്തിട്ട് കുത്തി ഇങ്ങനെ ബ്രേക്കിംഗ് കാണിക്കുക, ഭർത്താവിനെ വിളിച്ചു പറയുക ഇങ്ങനെ മോഷണം പോയിട്ടെന്ന് പറയുക. ഒരിക്കലും ഉസ്താദിന്റെ പേര് പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആ സ്പോട്ടില് ഇവരുടെ മകളും മകനും മറ്റു വീട്ടുകാരും ഭർത്താവും മരിച്ചു പോകുമെന്ന് പറഞ്ഞ ആ പേടിയിൽ ഈ ലേഡി കംപ്ലീറ്റ് സ്വർണവും കാര്യങ്ങളും എത്തിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഉസ്താദ് ഭയപ്പെടുത്തി ഈ പണവും സ്വർണവും അപഹരിക്കുകയാണ് ഉണ്ടായത്. ഉസ്താദിനെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്.
നമ്മുടെ സ്ക്വാഡ് സെയിം ടീമും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്ന് ബാക്കിയുള്ള റിക്കവറീസും മറ്റു കാര്യങ്ങളും തരണം. സ്വർണവും അതുപോലെ തന്നെ പണവും പല സ്ഥലങ്ങളിലും അത് ചെലവാക്കി പോയതും അതുപോലെ തന്നെ പണയം വെച്ചത് വിറ്റിട്ടുണ്ട്, പല ബാങ്കുകൾ വിറ്റിട്ടുണ്ട്. അതിന്റെ റിക്കവറി നടത്തണം. അതുപോലെ തന്നെ വീടുകളിൽ 2 വീടുണ്ട്, ആ 2 വീട്ടിലും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇന്ന് അറസ്റ്റ് ചെയ്ത ഈ അൻവറിനെ ഉസ്താദായിട്ടുള്ള അൻവറിനെ കോടതിയിൽ ഹാജരാക്കും. പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസ്. പണം നഷ്ടപ്പെട്ടത് ബോധ്യപ്പെടുത്താനാണ് കവർച്ചാ നാടകം നടത്തിയെന്ന് ഡിവൈഎസ്പി രാജേഷ് TR പറഞ്ഞു. സമീപത്തെ CCTV ക്യാമറകൾ പരിശോധിച്ചു. ഈ സമയം കടന്നുപോയവരെയെല്ലാം നിരീക്ഷിച്ചെങ്കിലും സംശയകരമായി ആരെയും കണ്ടെത്തിയിരുന്നില്ല. തുടർന്ന് നടത്തിയ നിരീക്ഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചത്. പഴയ കെട്ടിടങ്ങൾ പൊളിക്കുന്ന ബിസിനസ്സുകാരനായതിനാലാണ് വലിയ തുക സൂക്ഷിച്ചിരുന്നത്. ഭാര്യ ലൈലയുടെയും വിവാഹിതയായ മകളുടേതുമാണ് സ്വർണം. റൂറൽ SP വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിൽ ആലുവ DYSP രാജേഷ് TRന്റെ നേതൃത്വത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ചായിരുന്നു അന്വേഷണം. കുറച്ച് സ്വർണം കണ്ടെടുത്തിട്ടുണ്ട്. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.